അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നത് കാണാം. മഹാനായിരിക്കുന്ന ഇമാം തുർമുദി തങ്ങൾ തന്റെ സുനനിൽ ഉദ്ധരിച്ചതാണ് ഈ ഹദീസ്. ഹുർരിമ അലന്നാരി കുല്ലു ഹയ്യിനിൻ ലയ്യിനിൻ സഹിലിൻ ഖരീബിൻ മിനൻ നാസി. ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന, ജനങ്ങളുടെ കാര്യങ്ങളിൽ നന്നായി ഇടപെടുന്ന, വളരെയധികം സോഫ്റ്റായ മൃദുലമായ സ്വഭാവത്തിന്റെ ഉടമ, നല്ല വാക്കുകൾ പറയുന്ന, പെട്ടെന്നൊന്നും ചൂടാവാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മനസ്സുള്ള ആളുകൾ, അത്തരം ആളുകൾ നരകത്തിന്റെ മേലിൽ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഹദീസിന്റെ വിശദീകരണം പറയുന്നത് ഇങ്ങനെയാണ്: ഹഉലായി ഹുമുൽ വദൂദൂന, അവരാരാണ്? നല്ല സ്നേഹമുള്ള ആളുകൾ, പരസ്പരം നല്ല സ്നേഹമുള്ള ആളുകൾ. അത്വയ്യിബൂന അല്ലദീന യഅലിഫൂന വയുഅലിഫൂന അല്ലദീന യതആമലൂന ബിതവാദുഇൻ വഇഹ്തിറാമിൻ ലിസ്സഗീരി വതൗഖീരി ലിൽകബീർ. മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വളരെ സ്നേഹത്തോടെ, വളരെ മാർദ്ദവമായ സംസാരങ്ങളിലൂടെ, സുന്ദരമായ രൂപത്തിൽ ജനങ്ങളോട് ഇടപഴകുന്ന ആളുകൾ, മനസ്സ് നല്ല ആളുകൾ, ഒരുപാട് സ്നേഹമുള്ള ആളുകൾ. വയകൂനൂന ഫീ ഖിദ്മത്തിൻ നാസി വഖളാഇ ഹവായിജിഹിം, ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാന്, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാന്, അതിനൊക്കെ താല്പര്യം കാണിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളാണവർ. അവർക്ക് നരകം ഹറാമാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നെന്ന് നാം മുമ്പ് സൂചിപ്പിച്ചല്ലോ. അതുപോലെയുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരം നരകത്തിന്റെ മേലിൽ ഹറാമായി വരും. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നരകം ഹറാമാകുന്ന ശരീരങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമ്മുടെ സ്വഭാവം സംസ്കരിക്കാൻ, അതോടൊപ്പം ജനങ്ങളുമായി നല്ല രൂപത്തിൽ ഇടപഴകാനുള്ള മനസ്സും മൃദുലതയും മാർദ്ദവമുള്ള ഹൃദയവുമൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.